മുംബൈ നഗരത്തിന്റെ ആകാശത്ത് രാഷ്ട്രീയ മേഘങ്ങൾ കറുത്തു തുടങ്ങിയിരിക്കുകയാണ്. ഇത് വെറുമൊരു തിരഞ്ഞെടുപ്പ് കാലമല്ല, ഇത് മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പുനഃക്രമീകരണത്തിന്റെ സമയമാണ്. ഒരു വശത്ത് മാധോശ്രീയുടെ പടവുകളിൽ 2 പതിറ്റാണ്ടിന്റെ ശത്രുതയെല്ലാം ഒഴിവാക്കി താക്കറെ സഹോദരങ്ങൾ കെട്ടിപ്പിടിക്കുന്നു. മറുവശത്താകട്ടെ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശരത് പവാറിന്റെ പാദങ്ങളിൽ മാസങ്ങൾക്ക് മുമ്പ് പാർട്ടിയെ പിളർത്തിയ അജിത് പവാർ വീണ്ടും അഭയം തേടുന്നു. സിനിമകൾ വെല്ലുന്ന ഈ ട്വിസ്റ്റുകൾക്ക് പിന്നിൽ വികാരമാണോ, അതോ വെറും അധികാരമോഹമാണോ, അതോ അതിജീവനത്തിനായുള്ള കഠിനമായ രാഷ്ട്രീയ ഗണിതശാസ്ത്രമാണോ? മഹാരാഷ്ട്രയുടെ മണ്ണിൽ ഇപ്പോൾ നടക്കുന്നത് ചോരയേക്കാൾ കടുപ്പമുള്ള രാഷ്ട്രീയത്തിന്റെ കളിയാണ്. ഈ രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ ആഴവും പരപ്പും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് താക്കറെ എന്ന പേരിന് പിന്നിലെ വൈകാരികതയിലാണ്. ബാൽ താക്കറെ എന്ന ഇതിഹാസ നേതാവ് കെട്ടിപ്പടുത്ത ശിവസേന മറാത്ത മണ്ണിലെ സാധാരണക്കാരന്റെ ശബ്ദമായിരുന്നു. എന്നാൽ 2006-ൽ രാജ് താക്കറെ പാർട്ടി വിട്ടതോടെ ആ സാമ്രാജ്യം രണ്ടായി പിളർന്നു. ഉദ്ധവ് താക്കറെ മിതവാദിയായ നേതാവായി മാറിയപ്പോൾ രാജ് താക്കറെ തന്റെ പിതാമഹന്റെ പ്രസംഗ ശൈലിയും അഗ്രസീവ് രാഷ്ട്രീയവും കടമെടുത്തു. എന്നാൽ കഴിഞ്ഞ 18 വർഷമായി ഇരുവരും രണ്ട് വഴിയിലായിരുന്നു. ഡിസംബർ 24 മുംബൈയിലെ മാധോശ്രീ താക്കറെ കുടുംബത്തിന്റെ വസതിയിൽ വീണ്ടും വാർത്തകൾ നിറയുകയാണ്. 13 വർഷങ്ങൾക്ക് ശേഷം രാജ് താക്കറെ ഉദ്ധവിന്റെ ജന്മദിനത്തിന് അവിടെ എത്തി. ഇത് വെറും ഒരു കേക്ക് മുറിക്കലായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന BMC തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടുള്ള പടയൊരുക്കമായിരുന്നു. ശിവസേനയും MNS-ഉം സഖ്യ പങ്കാളികളാണെന്ന് ഞാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു എന്ന രാജ് താക്കറെയുടെ വാക്കുകൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സുനാമിയാണ് സൃഷ്ടിച്ചത്. എന്തുകൊണ്ട് ഈ ഒന്നിക്കൽ അനിവാര്യമായി? താക്കറെമാരെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ഏകനാഥ് ഷിൻഡെയുടെ ആഘാതം, അതായത് ഉദ്ധവ് താക്കറെയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി ഷിൻഡെയുടെ വിമത നീക്കമായിരുന്നു. പാർട്ടിയുടെ പേരും ചിഹ്നമായ അമ്പും വില്ലും കോടതി ഷിൻഡെയ്ക്കാണ് നൽകിയത്. ഉദ്ധവ് ഇപ്പോൾ രാഷ്ട്രീയമായി ഒരു പരീക്ഷണ ഘട്ടത്തിലാണ്. തന്റെ പക്കലുള്ള ഏക ആയുധം താക്കറെ എന്ന കുടുംബ പേരും ബാൽ താക്കറെയുടെ പാരമ്പര്യവുമാണ്. അത് രാജ് താക്കറെയുമായി പങ്കിടുമ്പോൾ ആ ശക്തി ഇരട്ടിയാകുന്നു. MNS-ന്റെ തകർച്ച, അതായത് രാജ് താക്കറെയുടെ പാർട്ടി രാഷ്ട്രീയമായി വട്ടപൂജ്യത്തിലേക്ക് ചുരുങ്ങുകയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിക്കയിടത്തും കെട്ടിവെച്ച കാശ് പോലും നഷ്ടമായി. തനിച്ചു നിന്നാൽ തകരുമെന്ന ബോധ്യം രാജ്യനെ അനുരഞ്ജനത്തിന് പ്രേരിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരസഭയായ BMC-യുടെ ഭരണം കൈവിട്ടാൽ താക്കറെമാരുടെ പ്രസക്തി തന്നെ അവസാനിക്കും. BJP-യും ഷിൻഡെ വിഭാഗവും ചേർന്ന് BMC പിടിച്ചെടുക്കാൻ നീക്കം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ താക്കറെ വോട്ടുകൾ ഭിന്നിക്കാതെ കാക്കുക എന്നതാണ് ഏക മാർഗം. താക്കറെമാരുടെ ഐക്യത്തിന് പിന്നാലെ മഹാരാഷ്ട്രയെ ഞെട്ടിച്ചത് പവാർ കുടുംബത്തിലെ ഒത്തുതീർപ്പാണ്. 2023-ൽ ശരത് പവാറിന്റെ NCP പിളർത്തി അജിത് പവാർ BJP പക്ഷത്ത് ചേർന്നപ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ ചതിയായിട്ടാണ് വിശേഷിക്കപ്പെട്ടത്. എന്നാൽ 2025 ജനുവരിയിൽ ചിത്രം മാറുകയാണ്. ജനുവരി 15-ന് നടക്കാനിരിക്കുന്ന പിംപ്രി ചിഞ്ചവാഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ തന്റെ വിഭാഗം ശരത് പവാറിന്റെ പാർട്ടിയുമായി കൈകോർക്കുമെന്ന് അജിത് പവാർ പ്രഖ്യാപിച്ചു. അധികാരത്തിന് വേണ്ടിയല്ല, വികസനത്തിന് വേണ്ടിയാണ് ഞാൻ BJP-ക്കൊപ്പം പോയതെന്ന് പറഞ്ഞ അജിത്ത് ഇപ്പോൾ പറയുന്നു കുടുംബം ഒന്നിക്കണമെന്ന്, എല്ലാവരും ആഗ്രഹിക്കുന്നുവെന്ന്. ലോക്സഭാ ഫലം നൽകിയ തിരിച്ചറിവായിരിക്കാം ഇത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാർ വിഭാഗത്തിന് വോട്ടർമാരിൽ നിന്ന് കാര്യമായ പിന്തുണ ലഭിച്ചില്ല. ശരത് പവാർ എന്ന വടവൃക്ഷത്തെ മറികടന്ന് മഹാരാഷ്ട്രയുടെ മണ്ണിൽ വളരാനാകില്ലെന്ന് അജിത്തിന് ബോധ്യമായി. കുടുംബത്തിൽ നിന്ന് അകലം പാലിച്ചത് തെറ്റാണെന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. BJP എപ്പോൾ വേണമെങ്കിലും തന്നെ കൈവിട്ടേക്കാം എന്ന ഭയമായിരിക്കാം അജിത്തിനുണ്ട് എന്നതും മറ്റൊരു വിഭാഗം പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊന്നുമല്ലെന്നും മറ്റൊരു വിഭാഗം തുറന്നടിക്കുന്നു. ശരത് പവാറിന്റെ അനുഗ്രഹം അനിവാര്യമാണെന്നും മറ്റുള്ള ഒരു വിഭാഗം പറയുന്നുണ്ട്. ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം തന്റെ അനന്തരവനെ തിരികെ കൊണ്ടുവരുന്നത് പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. BJP-ക്കെതിരെ ശക്തമായ ഒരു ഐക്യനിര കെട്ടിപ്പടുക്കാൻ ശരത് പവാർ ഇതിലൂടെ ശ്രമിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ ഈ കുടുംബങ്ങൾ ഒന്നിക്കാൻ പ്രേരിപ്പിച്ച യഥാർത്ഥ ഘടകം BJP-യുടെ വളർച്ച തന്നെയാണെന്നതിൽ യാതൊരു സംശയവുമില്ല. അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള BJP-യുടെ തന്ത്രങ്ങൾ പ്രാദേശിക പാർട്ടികളെ വരിഞ്ഞു മുറുക്കുകയാണ്. BJP-യുടെ ഓപ്പറേഷൻ താമര മഹാരാഷ്ട്രയിൽ വിജയിച്ചപ്പോൾ 2 വലിയ പ്രാദേശിക കക്ഷികളാണ് ഛിന്നഭിന്നമായത്. ഈ കക്ഷികളുടെ ഉടമകളായ കുടുംബങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായി: BJP ആഗ്രഹിക്കുന്നത് മഹാരാഷ്ട്രയിലെ പ്രാദേശിക നേതൃത്വങ്ങളെ ഇല്ലാതാക്കി ഡൽഹിയിൽ നിന്നും ഭരണം നിയന്ത്രിക്കാനാണ്. ഇന്ത്യയിൽ ഉടനീളം BJP ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം കുടുംബവാഴ്ചക്കെതിരെയുള്ളതാണ്. എന്നാൽ മഹാരാഷ്ട്രയിൽ ഈ കുടുംബവാഴ്ച ഒരു പ്രതിരോധ കവചമായി മാറുകയുമാണ്. താക്കറെമാരും പവാറുകളും തങ്ങളുടെ വിശ്വസ്തരായ കേഡർമാരെ വൈകാരികമായി ഒന്നിപ്പിക്കാനായി ഈ കുടുംബ ബന്ധങ്ങളെ ആയുധമാക്കുകയാണ്. എന്തുകൊണ്ടാണ് BMC-യും പിംപ്രി ചിഞ്ചവാഡും ഇത്ര പ്രധാനമാകുന്നത്? BMC-യുടെ ബജറ്റ് പല ചെറിയ സംസ്ഥാനങ്ങളുടെയും ബജറ്റിനേക്കാൾ വലുതാണ്. ഈ നഗരസഭ നിയന്ത്രിക്കുന്നവർക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താനാകും.
പിന്നെ അണികളുടെ വിശ്വാസം. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അണികൾ കൂട്ടത്തോടെ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറും. അത് തടയാൻ ജയം നിർബന്ധമാണ്. ഈ സഖ്യങ്ങൾ വെറുമൊരു തിരഞ്ഞെടുപ്പ് ധാരണയിൽ ഒതുങ്ങുമോ അതോ ദീർഘകാല അടിസ്ഥാനത്തിൽ നിലനിൽക്കുമോ എന്നെല്ലാം നോക്കിക്കാണുന്നുണ്ട്. ഉദ്ധവ് താക്കറെ കോൺഗ്രസിനൊപ്പമാണ്, എന്നാൽ രാജ് താക്കറെ BJPയുമായി അടുപ്പമുള്ള നിലപാടാണ് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ഇവരങ്ങനെ ഒരുമിച്ച് പ്രചാരണം നടത്തും. BJP സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായിരിക്കെ തന്നെ ശരത് പവാറിനൊപ്പം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ നീക്കങ്ങളെ തകർക്കാൻ BJP പുതിയ ഓപ്പറേഷനുകൾ പുറത്തെടുക്കുമോ എന്നതും ഉറ്റുനോക്കുന്നുണ്ട്. തീർച്ചയായും അതിനുള്ള സാധ്യതയുണ്ട്. ഫട്നാവിസിന്റെയും ഷിൻഡെയുടെയും നീക്കങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ പ്രബുദ്ധത ലോക പ്രശസ്തമാണ്. ഇവിടുത്തെ വോട്ടർമാർ നേതാക്കളുടെ ചാണക്യതന്ത്രങ്ങളെ പലപ്പോഴും തകിടം മറച്ചിട്ടുണ്ട്. ജനങ്ങൾ ഈ കുടുംബ സംഗമങ്ങളെ അവസരവാദ രാഷ്ട്രീയമായി കാണുമോ അതോ മറാത്തി അഭിമാനം സംരക്ഷിക്കാനുള്ള നീക്കമായി കാണുമോ എന്നതും വലിയൊരു ചോദ്യമാണ്. മഹാരാഷ്ട്ര രാഷ്ട്രീയം ഇപ്പോൾ അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. താക്കറെമാരും പവാറുകളും ഒന്നിക്കുന്നത് സ്നേഹം കൊണ്ടല്ല, മറിച്ച് ശത്രുവിനെ ഭയന്നുകൊണ്ടാണ്. ഇത് തങ്ങളുടെ സാമ്രാജ്യം സംരക്ഷിക്കാനുള്ള അവസാനത്തെ പോരാട്ടവുമാണ്. ഈ പോരാട്ടത്തിൽ അവർ തോറ്റാൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ കുടുംബ പോരുകളുടെ ഭരണം അവസാനിക്കും. ജയിച്ചാൽ അത് ഇന്ത്യക്ക് നൽകുന്ന വലിയൊരു സന്ദേശമായിരിക്കും. അതായത് മുംബൈയിലെ തെരുവുകളിൽ മുഴങ്ങുന്ന മുദ്രാവാക്യങ്ങൾക്കും പവാറിന്റെ കണക്കുകൂട്ടലുകൾക്കും ഇടയിൽ മഹാരാഷ്ട്രയുടെ ഭാവി തീരുമാനിക്കപ്പെടുകയാണ്. എന്തായാലും മഹാരാഷ്ട്രയിലെ കരുത്തുറ്റ കുടുംബങ്ങൾ അതിജീവനത്തിന് വേണ്ടി കൈകോർക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ശക്തിയായ BJP നിശബ്ദമായിരിക്കുമെന്ന് കരുതുന്നത് രാഷ്ട്രീയ വിഡിതമായിരിക്കും. താക്കറെമാരും പവാറുകളും ഒന്നിക്കുന്നത് തങ്ങളെ തളയ്ക്കാനാണെന്ന് കൃത്യമായി ബോധ്യമുള്ള BJP കേന്ദ്ര നേതൃത്വം കേവലം ഒരു തിരഞ്ഞെടുപ്പ് ജയത്തിനപ്പുറം മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് കുടുംബവാഴ്ചയുടെ വേരറുക്കാനുള്ള ഗ്രാൻഡ് ഡിസൈനാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. അമിത്ഷായുടെയും ദേവേന്ദ്ര ഫട്നാവിസിന്റെയും തന്ത്രശാലികളായ മനസ്സുകളിൽ വിരിയുന്ന ഈ നീക്കം കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ഒതുങ്ങുന്നതല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബ സംഗമങ്ങൾ ഒരു അനുഗ്രഹമാണ്. കാരണം കുടുംബവാഴ്ച വേഴ്സസ് വികസനം അഥവാ പരിവാർവാദ് വേഴ്സസ് വികാസ് എന്ന തങ്ങളുടെ പ്രിയപ്പെട്ട ആഖ്യാനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതിലും വലിയൊരു അവസരം വേറെ ലഭിക്കാനില്ല. BJPയോട് വരാനിരിക്കുന്ന നീക്കം പ്രധാനമായിട്ടും 3 തലങ്ങളിലായാണ് വിന്യസിക്കപ്പെടുന്നത്. ഒന്നാമതായി അദൃശ്യമായി വിള്ളലുകൾ സൃഷ്ടിക്കുക എന്നതാണ്. അജിത് പവാറും ശരത് പവാറും മുനിസിപ്പൽ തലത്തിൽ ഒന്നിക്കുമ്പോഴും സംസ്ഥാന ഭരണത്തിൽ അജിത് പവാറിനെ കൂടെ നിർത്തിക്കൊണ്ട് NCP അണികൾക്കിടയിൽ നിരന്തരമായ ആശയക്കുഴപ്പം നിലനിർത്താൻ BJPക്ക് സാധിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഏക്നാഥ് ഷിൻഡെയെ യഥാർത്ഥ ബാൽ താക്കറെ പാരമ്പര്യത്തിന്റെ അവകാശിയായി ഉയർത്തിക്കാട്ടുന്നതിലൂടെ ഉദ്ധവും രാജും ഒന്നിച്ചാലും സാധാരണ ശിവസൈനികരുടെ വോട്ട് ഷിൻഡെ ക്യാമ്പിലേക്ക് എത്തിക്കാൻ BJPക്ക് സാധിക്കുമെന്നത് തീർച്ചയാണ്. ഇത് താക്കറെ കുടുംബത്തിന്റെ വൈകാരിക അടിത്തറയെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നീക്കം എന്ന് പറയുന്നത് BMC പോലെയുള്ള അതിസമ്പന്നമായ നഗരസഭകളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കേന്ദ്ര ഏജൻസികളുടെയും നിയമപരമായിട്ടുള്ള ഓഡിറ്റുകളുടെയും എല്ലാം നിരീക്ഷണത്തിലാക്കുക എന്നതാണ്. താക്കറെമാരുടെ സാമ്പത്തിക നട്ടല് തകർക്കുന്നതിലൂടെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ നിഷ്ക്രിയമാക്കുക എന്നതാണ് ഈ ചാണക്യതന്ത്രം. മാത്രവുമല്ല, താക്കറെ സഹോദരന്മാരുടെ ഐക്യം എത്രത്തോളം ദുർബലമാണെന്ന് BJPക്ക് നന്നായിട്ട് അറിയാം. ഹിന്ദുത്വ വോട്ടുകൾക്കായി ഉദ്ധവും രാജും മത്സരിക്കുമ്പോൾ കോൺഗ്രസ് സഖ്യത്തിലിരിക്കുന്ന ഉദ്ധവിനെ ഹിന്ദുത്വ വിരുദ്ധനായി ചിത്രീകരിക്കാൻ BJPക്ക് എളുപ്പവുമാകും. അജിത് പവാറിന്റെ കാര്യത്തിലാകട്ടെ അദ്ദേഹം ശരത് പവാറിലേക്ക് അടുക്കുന്നത് BJPയുമായുള്ള ധാരണയുടെ പുറത്താണോ അതോ ശരിക്കും ഒരു മടങ്ങി വരവിനാണോ എന്ന സംശയം നിലനിർത്തുന്നതിലൂടെ ശരത് പവാറിന്റെ വിശ്വസ്തതയെ തന്നെ BJP ചോദ്യം ചെയ്യുകയാണ്. ഇത് സഖ്യകക്ഷികൾക്കിടയിൽ വലിയ അവിശ്വാസത്തിന് വഴിതെളിക്കും. ചുരുക്കി പറഞ്ഞാൽ പവാറുകളും താക്കറെമാരും തങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ തുന്നിച്ചേർക്കാനായി നെട്ടോട്ടമോടുമ്പോൾ ആ തുന്നലുകൾ ഓരോന്നായി അറുത്തുമാറ്റാനുള്ള സൂക്ഷ്മമായ നീക്കങ്ങളാണ് BJP ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയെ കുടുംബവാഴ്ചയുടെ തടവറയിൽ നിന്നും മോചിപ്പിക്കുക എന്ന വൈകാരിക മുദ്രാവാക്യം വരാനിരിക്കുന്ന ഓരോ തിരഞ്ഞെടുപ്പിലും BJP ആയുധമാക്കും. വികസനത്തിന്റെ തിളക്കവും കേന്ദ്ര ഗവൺമെന്റിന്റെ കരുത്തും ഉപയോഗിച്ച് ഈ കുടുംബ സഖ്യങ്ങളെ BJP നേരിടുമ്പോൾ അത് വെറും ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ സംസ്കാരം ആര് നിശ്ചയിക്കും എന്നതിന്റെ അന്തിമ തീർപ്പായിരിക്കും. ഈ മഹായുദ്ധത്തിൽ അവസാന ചിരി ആരുടേതാകുമെന്നത് വരും മാസങ്ങളിലെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ തീരുമാനിക്കും. ഇന്ത്യയിലെ അധികാര കേന്ദ്രങ്ങളിൽ രൂപപ്പെട്ട ഈ മാസ്റ്റർ പ്ലാൻ വിജയിച്ചാൽ അത് പവാറുകളുടെയും താക്കറെമാരുടെയും രാഷ്ട്രീയ അസ്തമയത്തിന്റെ തുടക്കമായിരിക്കും. ഈ രാഷ്ട്രീയ നാടകത്തിൽ വില്ലനും നായകനും ആരാണെന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ. കാത്തിരിക്കുക. മഹാരാഷ്ട്രയിലെ യഥാർത്ഥ കളി തുടങ്ങുന്നതേയുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ എന്താണ്? തീർച്ചയായും അത് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.